ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ റെസിപ്പി ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ നമുക്ക് വേണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കുക. അപ്പോൾ ഫ്രഷ് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്, പിന്നെ അതിന് വേണ്ടിയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് കഴിക്കാൻ കൂടുതൽ ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ കൂടുതലായിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ഇത്രയും ഫ്രൂട്ട്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതാ ഒരു ബൗളിൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആഡാക്കുന്നുണ്ട്. കറുത്ത മുന്തിരിയില്ലേ, ഉണക്ക മുന്തിരിയില്ലേ, അത് ആഡാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഈന്തപ്പഴം ഇതേപോലെ രണ്ടൂന്ന് പീസായിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പീനട്ട്സ് ഇല്ലേ, അത് വറുത്തതാണ്, റോസ്റ്റ് ചെയ്തെടുത്തുള്ളതാണ്, അപ്പോൾ അതുകൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രഷ് ഫ്രൂട്ട്സൊക്കെ ആഡാക്കി കൊടുക്കുക. അപ്പോൾ 2 തരം മുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഷമാമാണ്, അപ്പം അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ചേർത്ത് കൊടുക്കുക. പിന്നെ നേന്ത്രപ്പഴം അതും അതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ അനാറും 2 അനാറ് എടുത്തിട്ടുണ്ട്, അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് ആപ്പിളും അതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് അവൈലബിൾ ആണോ അതൊക്കെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയില്ലേ, അതിട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. അപ്പം എന്നിട്ട് പിന്നെ ചേർക്കേണ്ടത് ഓറഞ്ചാണ്. അപ്പോൾ ഓറഞ്ച് ജ്യൂസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതേപോലെ സ്ക്വീസ് ചെയ്തിട്ട് ഒരു ഓറഞ്ച് ജ്യൂസ് മുഴുവനായിട്ടും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുരുവൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുക. ഇതെല്ലാം തന്നെ നല്ലോണം തന്നെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫ്രൂട്ട് സലാഡ്. ഈസി അല്ല ഇത് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ഹെൽത്തിയാണ്. നോമ്പിനൊക്കെ റംദാൻ ടൈമിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇത് ആരോഗ്യത്തിന് നല്ലതാണ്, എല്ലാവർക്കും ഉണ്ടാക്കാം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്കിപ്പ് ചെയ്യുന്നവർക്കൊക്കെ ഇതൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. ഇത് കഴിക്കുകയാണെങ്കിൽ വയറൊക്കെ ഫുള്ളായതുപോലെയാണ്. അപ്പം പിന്നെ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മധുരം എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ചുകൂടി ആരോഗ്യത്തിന് കുറച്ചുകൂടി നല്ലത് ഹണി ആയിരിക്കും. തേനുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒന്നും ചേർത്തിട്ടില്ല, പഞ്ചസാരയോ തേനോ ഒന്നും തന്നെ ചേർത്തില്ല. ഈ ഫ്രൂട്ട്സിൽ തന്നെ അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചേർത്ത് കൊടുത്ത് കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റി ആക്കി എടുക്കാം. പിന്നെ ഇത് നല്ലോണം തന്നെ തണുത്തതിന് ശേഷം ഉപയോഗിക്കുമ്പോഴാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. റമദാൻ ടൈമിലും ഒക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക്, ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ല ഇതേപോലുള്ള റെസിപ്പീസായിട്ട് വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.